ഗണിത ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 6ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ ആദ്യത്തെ യൂണിറ്റായ ആംഗിൾസ് അഥവാ കോണുകൾ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. 6ാം ക്ലാസ്സിലെ വീഡിയോകൾ തുടർന്നും നമ്മുടെ ചാനലിൽ ഉണ്ടാകും. എല്ലാ കൂട്ടുകാരും കാണുമല്ലോ. അതുപോലെ 5ാം ക്ലാസ്സിലെ എല്ലാ പാഠങ്ങളുടെ വീഡിയോകളും പഠന പ്രവർത്തനങ്ങളും നമ്മുടെ ചാനലിലുണ്ട്. അത് നമ്മുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കുമായി ഷെയർ ചെയ്യുമല്ലോ. നമുക്ക് ആംഗിൾസ് എന്ന പാഠം പഠിക്കാം. വൃത്തവും കോണുകളും. ജ്യാമിതി പെട്ടിയിലെ മട്ടങ്ങൾ ഉപയോഗിച്ച് ഒരു വൃത്തത്തിനെ സമഭാഗങ്ങളാക്കിയത് ഓർമ്മയുണ്ടോ? 5ാം ക്ലാസ്സിലെ ഭാഗങ്ങളുടെ സംഖ്യ എന്ന പാഠത്തിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ട് അല്ലേ? ആംഗിൾസ് ഇൻ എ സർക്കിൾ. റിമെമ്പർ ഡിവൈഡിംഗ് എ സർക്കിൾ ഇൻറ്റു ഈക്വൽ പാർട്സ് യൂസിംഗ് സെറ്റ് സ്ക്വയർസ്. ദ ലെസൺ പാർട്ട് നമ്പർ ഓഫ് ദ ക്ലാസ് 5 ടെക്സ്റ്റ് ബുക്ക്. ഓർമ്മയില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി നോക്കാം. സെറ്റ് സ്ക്വയർ അഥവാ മട്ടം ഉപയോഗിച്ച് ഒരു വൃത്തത്തെ 4 തുല്യ ഭാഗങ്ങളാക്കിയതാണ് ഇവിടെ ചിത്രത്തിൽ കാണുന്നത്. ഈ ചിത്രത്തിൽ എത്ര കോണുകളുണ്ട്? 4 കോണുകൾ അല്ലേ? 4 കോണുകളും മട്ടകോണുകളാണ്. ദ ആംഗിൾസ് ആർ 90 ഡിഗ്രി. സെറ്റ് സ്ക്വയറിൻ്റെ മറ്റൊരു മൂല ഉപയോഗിച്ച് ഒരു വൃത്തത്തെ 8 തുല്യ ഭാഗങ്ങളാക്കിയ ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഈ ചിത്രത്തിൽ 8 കോണുകളുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കൂ, നേരത്തെ നമ്മൾ വരച്ച കോണുകളേക്കാൾ ചെറുതാണ് ഇത് അല്ലേ? ഈ കോണുകളെല്ലാം മട്ടത്തേക്കാൾ ചെറിയ കോണുകളാണ്. ദ ആംഗിൾസ് ആർ ലെസ് ദാൻ 90 ഡിഗ്രി. ഇതുപോലെ മറ്റേ മട്ടത്തിൻ്റെ കോണുകൾ ഉപയോഗിച്ച് വൃത്തത്തെ പല സമഭാഗങ്ങളാക്കാൻ അറിയാമല്ലോ. ഓരോ തരത്തിൽ ഭാഗിക്കുമ്പോൾ വൃത്തങ്ങളുടെ കേന്ദ്രത്തിലുണ്ടാകുന്ന കോണുകൾ നോക്കൂ. കോൺ വലുതാക്കിയാൽ ഭാഗങ്ങളുടെ എണ്ണം കൂടുമോ കുറയുമോ? കോൺ വലുതാക്കിയാൽ ഭാഗങ്ങളുടെ എണ്ണം കുറയും അല്ലേ? യു ഓൾസോ നോ ഹൗ ടു ഡിവൈഡ് എ സർക്കിൾ ഇൻറ്റു ഈക്വൽ പാർട്സ് യൂസിംഗ് ദ കോർണേഴ്സ് ഓഫ് ദ അതർ സെറ്റ് സ്ക്വയർ, ഡോണ്ട് യു? ലുക്ക് അറ്റ് ദ ആംഗിൾസ് made at the center of the circle in each case. If we make the angle larger, does the number of parts increase or decrease? If we make the angle larger, the number of parts will decrease, right? അതായത് കോണിൻ്റെ അളവ് 90 ഡിഗ്രി ആയപ്പോൾ നമുക്ക് വൃത്തത്തെ 4 തുല്യ ഭാഗങ്ങളായാണ് വിഭജിക്കാൻ സാധിച്ചത്. കോണുകളുടെ അളവ് 90 ഡിഗ്രിയേക്കാൾ കുറവായപ്പോൾ നമുക്ക് വൃത്തത്തെ 6 തുല്യ ഭാഗങ്ങളാക്കാൻ സാധിച്ചു. വൃത്തകേന്ദ്രത്തിൽ രൂപപ്പെടുന്ന കോണുകളുടെ അളവ് വീണ്ടും കുറച്ചപ്പോൾ നമുക്ക് വൃത്തത്തെ 8 തുല്യ ഭാഗങ്ങളാക്കാൻ സാധിച്ചു. കോണുകളുടെ അളവ് വീണ്ടും കുറച്ചപ്പോൾ നമുക്ക് വൃത്തത്തെ 12 തുല്യ ഭാഗങ്ങളാക്കാൻ സാധിച്ചു. നമുക്ക് എന്താണ് മനസ്സിലായത്? കോൺ വലുതാക്കിയാൽ ഭാഗങ്ങളുടെ എണ്ണം കുറയും. കോൺ ചെറുതാക്കിയാൽ ഭാഗങ്ങളുടെ എണ്ണം കൂടും. സെറ്റ് സ്ക്വയർ അഥവാ മട്ടം ഉപയോഗിച്ച് വൃത്തത്തെ തുല്യ ഭാഗങ്ങളാക്കുന്നത് എങ്ങനെയാണെന്ന് 5ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഒന്നുകൂടി വരച്ചു നോക്കാം. ജ്യാമിതി പെട്ടിയിൽ അഥവാ ജിയോമെട്രി ബോക്സിൽ 2 വ്യത്യസ്ത വലിപ്പത്തിലുള്ള സെറ്റ് സ്ക്വയേഴ്സ് അഥവാ മട്ടം ആണ് ഉള്ളത് എന്ന് നമുക്കറിയാം. 2 മട്ടങ്ങളുടെയും ഈ കോണുകൾ നോക്കൂ. ഇത് രണ്ടും തുല്യമാണ്. ഈ മട്ടത്തിൻ്റെ ഈ 2 കോണുകളും തുല്യ അളവിലുള്ളതാണ്. ഈ മട്ടത്തിൻ്റെ ഈ കോൺ അല്പം ചെറുതാണ്, ഈ കോൺ അല്പം വലുതാണ്. സെറ്റ് സ്ക്വയർ അഥവാ മട്ടത്തിൻ്റെ ഈ കോണുകൾ ഉപയോഗിച്ച് നമുക്ക് ഒരു വൃത്തത്തെ വ്യത്യസ്ത തുല്യ ഭാഗങ്ങളായി വിഭജിക്കാനായി സാധിക്കും. നമുക്ക് ചെയ്തു നോക്കാം. ആദ്യം കോമ്പസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആരം തിരഞ്ഞെടുക്കുക. ഈ ആരത്തിൽ ഒരു വൃത്തം വരയ്ക്കുക. വൃത്തത്തിൻ്റെ കേന്ദ്രം അടയാളപ്പെടുത്തുക. സെറ്റ് സ്ക്വയറിൻ്റെ മട്ടമൂല വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ ഉറപ്പിച്ചതിന് ശേഷം 2 ആരങ്ങൾ വരയ്ക്കുക. സെറ്റ് സ്ക്വയറിൻ്റെ സ്ഥാനം മാറ്റിവെച്ച് വൃത്തത്തെ വീണ്ടും തുല്യഭാഗങ്ങളാക്കുക. ഇപ്പോൾ വൃത്തം 4 തുല്യ ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് വൃത്തത്തെ 8 തുല്യ ഭാഗങ്ങളാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
ഇതേ സെറ്റ് സ്ക്വയറിൻ്റെ ഈ മൂല ഉപയോഗിച്ച് നമുക്ക് വരച്ചു നോക്കാം. ഈ മൂലയും തുല്യമാണ് എന്ന് നമുക്കറിയാം. മൂലയുടെ അളവ് മാറ്റുമ്പോൾ കോൺ ചെറുതാവുന്നതായി കാണാം. ഇവിടെ വൃത്തം 8 തുല്യ ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടതായി കാണാം. ഇനി നമുക്ക് വൃത്തത്തെ 6 തുല്യ ഭാഗങ്ങളാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ സെറ്റ് സ്ക്വയറിൻ്റെ ഈ മൂല ഉപയോഗിച്ച് നോക്കാം. ഈ മൂലയും വ്യത്യസ്തമാണ്. ഈ മൂലയേക്കാൾ ഇത് അല്പം വലുതാണ്. സെറ്റ് സ്ക്വയറിൻ്റെ സ്ഥാനം മാറ്റി വരയ്ക്കുക. വൃത്തം 6 തുല്യ ഭാഗങ്ങളായാണ് വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി നമുക്ക് വൃത്തത്തെ 12 തുല്യ ഭാഗങ്ങളാക്കാൻ പഠിക്കാം. ഇതേ സെറ്റ് സ്ക്വയറിൻ്റെ ചെറിയ മൂല ഉപയോഗിച്ച് വരയ്ക്കാം. ഈ വലുപ്പത്തിലുള്ള കോണുകളാണ് നമുക്ക് കിട്ടുന്നത്. ഈ രീതിയിൽ തുടർന്ന് വരച്ചാൽ നമുക്ക് വൃത്തത്തെ 12 തുല്യ ഭാഗങ്ങളായി വിഭജിക്കാനായി സാധിക്കും. ഇനി എങ്ങനെയാണ് ഒരു വൃത്തത്തെ 24 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്നത്? ദേശീയ പതാകയിൽ 24 ആരക്കാലുകൾ കൂട്ടുകാർ കണ്ടിട്ടില്ലേ? എങ്ങനെയാണ് അത് വരയ്ക്കുന്നത്? മട്ടം ഉപയോഗിച്ച് തന്നെ നമുക്ക് അത് ചെയ്യാം. അതിനായി നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഈ മട്ടം എടുക്കണം. നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഈ മട്ടം ഉപയോഗിച്ച് നമുക്ക് അത് ചെയ്യാം. മട്ടത്തിൻ്റെ ഈ കോൺ ഏതെങ്കിലും ഒരു ആരത്തോടും വൃത്തകേന്ദ്രത്തോടും ചേർത്ത് വയ്ക്കുക. അതിനുശേഷം എതിർവശത്തായി മറ്റൊരു ആരം വരച്ച് ചേർക്കുക. ഇപ്പോൾ ഈ കോൺ 2 തുല്യ ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടതായി കാണാം. ഇനി മട്ടം സ്ഥാനം അല്പം മാറ്റി ആരത്തോടും വൃത്തകേന്ദ്രത്തോടും ചേർത്ത് വയ്ക്കുക. അതിനുശേഷം എതിർവശത്തെ ആരം വരയ്ക്കുക. മട്ടം വീണ്ടും ആരത്തോടും വൃത്തകേന്ദ്രത്തോടും ചേർത്ത് വയ്ക്കുക. എതിർവശത്തെ ആരം വരയ്ക്കുക. ഇപ്പോൾ നമ്മൾ നേരത്തെ വരച്ച ഭാഗങ്ങൾ തുല്യ ഭാഗങ്ങളായി വിഭജിക്കപ്പെടുന്നതായി കാണാം. ഇതേ രീതിയിൽ തുടർന്ന് വരച്ചാൽ നമുക്ക് ഈ വൃത്തത്തെ 24 തുല്യ ഭാഗങ്ങളായി വിഭജിക്കാനായി സാധിക്കും. ഇതേ രീതിയിൽ മട്ടം ഉപയോഗിച്ച് തന്നെ നമുക്ക് ഒരു വൃത്തത്തെ 24 തുല്യ ഭാഗങ്ങളായി വിഭജിക്കാൻ സാധിക്കും. മട്ടം അഥവാ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വൃത്തത്തെ തുല്യ ഭാഗങ്ങളാക്കുന്നത് എങ്ങനെയാണെന്ന് കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.